ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റായ റിലേ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. റിലേസിനെ പറ്റിയാണ്. റിലേ എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ആക്ച്വലി റിലേ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനകത്ത് ഒരു അബ്നോർമൽ കണ്ടീഷനെ സെൻസ് ചെയ്തിട്ട്, ഏതെങ്കിലും ഒരു അബ്നോർമൽ കണ്ടീഷനെ സെൻസ് ചെയ്യാം. എന്താണ് ആ അബ്നോർമൽ കണ്ടീഷൻ എന്ന് നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് വെക്കുന്നതാണ്. എന്ത് അബ്നോർമാലിറ്റിയാണ് അല്ലെങ്കിൽ എന്ത് അബ്നോർമൽ സിറ്റുവേഷനാണ് റിലേ സെൻസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെക്കും. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് എന്തെങ്കിലും ഒരു അബ്നോർമൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കണ്ടീഷനെ സെൻസ് ചെയ്തിട്ട് സർക്യൂട്ടിലെ പ്രൊട്ടക്ഷൻ ഡിവൈസായ സർക്യൂട്ട് ബ്രേക്കറിനെ, സർക്യൂട്ടിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എലമെൻ്റാണ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഈ അബ്നോർമാലിറ്റിയെ സെൻസ് ചെയ്ത് സർക്യൂട്ട് ബ്രേക്കറിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സിഗ്നൽ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുന്ന എലമെൻ്റാണ് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ റിലേ എന്ന് പറയുന്നത് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുകയോ സർക്യൂട്ടിനെ മേക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതൊരു സെൻസിങ് എക്യുപ്മെൻറ്റ് മാത്രമാണ്. സെൻസിങ് ആൻഡ് കമാൻഡിങ് എക്യുപ്മെൻ്റ് ആണ്. ആ സർക്യൂട്ടിനകത്ത് എന്താണോ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ഒന്നുകിൽ ട്രാൻസ്ഫോമർ ആയിരിക്കാം, അല്ലെങ്കിൽ ജനറേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ട്രാൻസ്മിഷൻ സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സർക്യൂട്ടിനെ നമ്മൾ എവിടെയാണോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആ സർക്യൂട്ടിനകത്ത് എന്തെങ്കിലും ഒരു അബ്നോർമൽ കണ്ടീഷൻ വരുമ്പോൾ ആ അബ്നോർമൽ കണ്ടീഷനെ സെൻസ് ചെയ്തിട്ട് സർക്യൂട്ട് ബ്രേക്കറിന് കമാൻഡ് കൊടുക്കുകയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് എലമെൻറ്റ് ഈസ് കോൾഡ് റിലേ. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് സെൻസർ. ഒരു സർക്യൂട്ട് ബ്രേക്കറിലെ ഒരു റിലേയിലെ നോർമലി യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കർ സെൻസർ എന്ന് പറയുന്നത് നോർമലി രണ്ട് എക്യുപ്മെൻറ്റുകളാണ്. ഒന്ന് കറണ്ട് ട്രാൻസ്ഫോമറും രണ്ടാമത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും. ഇതാണ് നമ്മുടെ ഒരു സെൻസിങ് എക്യുപ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറാണ് ആക്ച്വലി സർക്യൂട്ടിനെ ട്രിപ്പ് ചെയ്യുന്നതും സർക്യൂട്ടിനെ മേക്ക് ചെയ്യുന്നതും സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ആ സർക്യൂട്ട് ബ്രേക്കറിന് കമാൻഡ് കൊടുക്കുക എന്നുള്ളതാണ് റിലേ ചെയ്യുന്നത്. ആ റിലേയിലേക്ക് സെൻസിങ് കിട്ടുന്നത് കറണ്ട് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റിൽ നിന്നാണ്. എന്താണ് കറണ്ട് ട്രാൻസ്ഫോമർ എന്നും എന്താണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നും നമ്മൾ ട്രാൻസ്ഫോമർ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. റൈറ്റ്. അപ്പോൾ എ റിലേ ഈസ് ആൻ എലമെൻറ്റ് ദാറ്റ് സെൻസ് ആസ് ആൻ അബ്നോർമൽ കണ്ടീഷൻ ഇൻ എ സർക്യൂട്ട് ആൻഡ് ഇറ്റ് കമാൻഡ്സ് ദ ഓപ്പറേഷൻ ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കർ. റൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അബ്നോർമൽ കണ്ടീഷൻസ് ആണെന്ന് പറഞ്ഞു. ഈ അബ്നോർമൽ കണ്ടീഷൻസ് ഏതാണോ അതനുസരിച്ചും എങ്ങനെയാണോ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചും എന്ത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണോ റിലേ വർക്ക് ചെയ്യുന്നത് അനുസരിച്ചും പല രീതിയിൽ റിലേയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി റിലേസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 3 ടൈപ്പിലാണ്. റിലേസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി സെൻസ്ഡ്. എന്ത് ക്വാണ്ടിറ്റിയാണ് ആ റിലേ സെൻസ് ചെയ്യുന്നത്, എന്ത് ക്വാണ്ടിറ്റിയാണോ ആ റിലേ സെൻസ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്രിപ്പിംഗ്. എങ്ങനെയാണ് അത് ട്രിപ്പ് ചെയ്യുന്നത്, ടൈം ബേസിൽ ഇത് എങ്ങനെയാണ് ട്രിപ്പ് ചെയ്യുന്നത്, അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ്റെ കണ്ടീഷൻ. മൂന്നാമത്തതാണ് എന്ത് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിളാണ് ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, റിലേ യൂസ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് റിലേയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാര്യം നോക്കുക, ക്വാണ്ടിറ്റി സെൻസ്ഡ്. റിലേ എന്ത് ക്വാണ്ടിറ്റിയാണ് സെൻസ് ചെയ്യുന്നത്, എന്ത് അബ്നോർമാലിറ്റിയാണ് സെൻസ് ചെയ്യുന്നത്, ആരുടെ അബ്നോർമാലിറ്റിയാണ് സെൻസ് ചെയ്യുന്നത്. അതിന് ഒന്നാമത്തെ ആളാണ് കറണ്ട്. കറണ്ടിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത് കറണ്ട് റിലേ ആണ്. വോൾട്ടേജിൽ അടുത്തൊരു പാരാമീറ്ററാണ്. പിന്നെ ഒരു സാധനമാണ് ആക്റ്റീവ് പവർ, അതേപോലെ തന്നെ റിയാക്റ്റീവ് പവർ. 2 ടൈപ്പ് പവർ ഉണ്ട്, ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും. പിന്നെ ഒന്നാണ് ഇംപിഡൻസ്. ഇങ്ങനെ ഏത് പാരാമീറ്റർ ആണോ നമ്മുടെ റിലേ സെൻസ് ചെയ്യുന്നത് അതനുസരിച്ച് റിലേ പല ടൈപ്പ് ഉണ്ട്. കറണ്ട് റിലേ ഉണ്ട്, വോൾട്ടേജ് റിലേ ഉണ്ട്, പവർ റിലേ ഉണ്ട്, ഇംപിഡൻസ് റിലേ ഉണ്ട്. ക്ലിയർ? ഇനി ട്രിപ്പിംഗ് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് റിലേ ഈ കമാൻഡ് കൊടുത്തിട്ട് നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിലേക്കുള്ള കമാൻഡ് കൊടുക്കുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് ആണോ, എന്തെങ്കിലും ടൈം ഡിലേ ഉണ്ടോ, അതല്ല വേറെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ്? അതിൽ ഒന്നാമത്തതാണ് ഇൻസ്റ്റൻറ്റേനിയസ്, രണ്ടാമത്തതാണ് ഡിലേഡ് ടൈം, മൂന്നാമത്തത് ഇൻവേഴ്സ് ടൈം, നാലാമത്തത് ഡെഫിനിറ്റ് ടൈം,
ഡെഫിനിറ്റ് ടൈം. ഇങ്ങനെ 4 രീതിയിലാണ് ട്രിപ്പിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റന്റേനിയസ്, ഡിലേഡ് ട്രിപ്പ്, ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്, ഡെഫിനിറ്റ് ടൈം. ഇതൊക്കെ ട്രിപ്പിംഗ് ബേസ് ചെയ്തിട്ടാണ്. എത്ര സമയത്തിലാണ് ഇത് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. മൂന്നാമത്തതാണ് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ. എന്ത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് റിലേ വർക്ക് ചെയ്യുന്നത്? അത് ഒന്നെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ബേസ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ അതിന് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ എന്ന് പറയും. അതല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിന് ഇൻഡക്ഷൻ റിലേ എന്ന് പറയും. തെർമൽ ബേസ് ചെയ്തിട്ടാണെങ്കിൽ തെർമൽ റിലേ എന്ന് പറയും. സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റിലേ. അങ്ങനെ 4 ടൈപ്പ്, ഓരോന്നിലും 4 ടൈപ്പ് കാറ്റഗറീസ് ഉണ്ട്. റൈറ്റ്? കറണ്ട് സെൻസ് ചെയ്യുന്നത്, അതായത് ഏത് ക്വാണ്ടിറ്റി ആണോ സെൻസ് ചെയ്യുന്നത് അത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. എങ്ങനെയാണ് അതിന്റെ ട്രിപ്പിംഗ്, അത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഏത് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിളാണ് ആ റിലേ വർക്ക് ചെയ്യുന്നത്, ഇത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. റൈറ്റ്? ഇനി ഇത് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഇതല്ലാതെ നമുക്ക് പല ടൈപ്പ് റിലേസ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് റിലേസ്. ഒരുപാട് ടൈപ്പ് റിലേ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഓവർ കറണ്ട് റിലേ. അതായത് നമ്മുടെ സെൻസിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കറണ്ടാണ്. കറണ്ട് ഓവർ ആവുന്ന സമയത്ത് റിലേ ഓപ്പറേറ്റ് ചെയ്യണം. ഓവർ കറണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓവർ കറണ്ട് റിലേ. അതേപോലെ തന്നെ വോൾട്ടേജ് ഓവർ വോൾട്ടേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓവർ വോൾട്ടേജ് റിലേ. അണ്ടർ വോൾട്ടേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അണ്ടർ വോൾട്ടേജ് റിലേ. ഓവർ വോൾട്ടേജും ഉണ്ട്, അതേപോലെ തന്നെ അണ്ടർ വോൾട്ടേജും ഉണ്ട്. നാലാമത്തതാണ് ഡിഫറൻഷ്യൽ റിലേ. ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈപ്പ് റിലേ ആണ്. ഇത് ഡിഫറൻസ് ഇൻ പാരാമീറ്റർ, എന്ത് പാരാമീറ്റർ ആണോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അതിന് 2 പോയിന്റിലുള്ള ഡിഫറൻസ് വെച്ച് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന റിലേ ആണ് ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത്. അഞ്ചാമത്തതാണ് എർത്ത് ഫാൾട്ട് റിലേ. എർത്ത് ഫാൾട്ടിനെ സെൻസ് ചെയ്യുന്ന റിലേ. ആറാമത്തതാണ് ഡിസ്റ്റൻസ് റിലേ. ഡിസ്റ്റൻസ് റിലേ ഈസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. അതേപോലെ തന്നെ ഇംപിഡൻസ് റിലേ. ഇംപിഡൻസ് മെഷർ ചെയ്ത് വർക്ക് ചെയ്യുന്ന റിലേ ആണ് ഇംപിഡൻസ് റിലേ. അഡ്മിറ്റൻസ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് അഡ്മിറ്റൻസ് റിലേ. റിയാക്ടൻസ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് റിയാക്ടൻസ് റിലേ. ഇങ്ങനെ പല ടൈപ്പ് റിലേ ഉണ്ട്. ഏതാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സെൻസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, ഏത് ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടാണ് ആ റിലേ വർക്ക് ചെയ്യുന്നത്, എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റിലേ വർക്ക് ചെയ്യുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പല ടൈപ്പ് റിലേ എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സ്വിച്ച് ഗിയർ പ്രൊട്ടക്ഷനിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ്. അതായത് ട്രാൻസ്മിഷൻ ലൈനോ ജനറേറ്ററോ ട്രാൻസ്ഫോമറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ഓവർ കറണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരാം, അണ്ടർ വോൾട്ടേജ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരാം, ഓവർ വോൾട്ടേജ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരാം. അങ്ങനെ പല പല അബ്നോർമാലിറ്റി നമ്മുടെ സർക്യൂട്ടിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനകത്ത് വരാൻ സാധ്യതയുള്ള അബ്നോർമാലിറ്റി എന്ന് ആദ്യം നമുക്കറിയണം. അതനുസരിച്ചാണ് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നത്, റിലേ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വരുന്ന അബ്നോർമാലിറ്റീസ് എന്ന് നമ്മൾ ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് നോർമലി വരുന്ന ഒരു അബ്നോർമാലിറ്റിയാണ് ഫേസ് ടു ന്യൂട്രൽ ഷോർട്ട് സർക്യൂട്ട്. ഫേസ് ടു ന്യൂട്രൽ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ ഫേസും ന്യൂട്രലും തമ്മിൽ ഷോർട്ടായി പോവുക. അത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനകത്ത് എന്തെങ്കിലും ഒരു ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ സർക്യൂട്ടിനകത്ത് എന്തെങ്കിലും ഒരു ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹ്യൂമൻ എറർ അവിടെ വന്നു, ഫേസും ന്യൂട്രലും തമ്മിലിടയിലുള്ള എന്തെങ്കിലും ഒരു ഹ്യൂമൻ എറർ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഫേസും ന്യൂട്രൽ, ഇപ്പോൾ ബെയർ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ, നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിലെ ബെയർ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഫേസും ന്യൂട്രലും തമ്മിൽ ഷോർട്ടായി. അതാണ് ഫേസ് ടു ന്യൂട്രൽ ഫാൾട്ട് എന്ന് പറയുന്നത്. ഈ ഫേസ് ടു ന്യൂട്രൽ ഫാൾട്ട് വരുന്ന സമയത്ത് നമുക്ക് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. കാരണം അത് ഷോർട്ട് സർക്യൂട്ടാണ്, അത് ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. ഇത് എന്തിനുള്ള റീസണാണ്? ഫയറിനുള്ള റീസണാണ്. പക്ഷെ നമുക്ക് ഇതല്ല, ഇത് ഫർദർ കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ഹൈ കറണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇല്ലെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? ഫയറിങ്. റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓവർ കറണ്ട് റിലേ ആണ്. റൈറ്റ്? അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഫാൾട്ട് ഉണ്ട്, ഫേസ് ടു ഫേസ് ഫാൾട്ട്. 2 ഫേസുകൾ തമ്മിൽ ഷോർട്ടായി പോവുക. സപ്പോസ് നമ്മൾ ഓവർ ഹെഡ് ലൈൻസിനിടയിൽ ഒരു ട്രീ, ഒരു മരം വന്ന് വീണെന്ന് വിചാരിക്കുക. അത് 2 ഫേസിനിടയിൽ ഒരു മരം വന്ന് വീണു. അല്ലെങ്കിൽ നമ്മൾ 2 ഫേസിനിടയിൽ എന്തെങ്കിലും ഒരു ബേഡ്സ് വന്നു, എന്തെങ്കിലും ഒരു ബേഡ്സ്, എന്തെങ്കിലും ഒരു കിളി വന്നിട്ട്, അല്ലെങ്കിൽ ഒരു വവ്വാൽ വന്നു കണ്ട് 2 ഫേസിനിടയിൽ വന്നു കണ്ട് ഒരു കിളി വന്നു കണ്ട് 2 ഫേസിനിടയിൽ ടച്ച് ചെയ്തു. അപ്പോൾ 2 ഫേസ് ടു ഫേസ് ഷോർട്ടായി. ആ സിറ്റുവേഷനിൽ വരുന്ന സമയത്തും നമുക്ക് ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. പക്ഷേ അവിടെ ഫ്ലോ ചെയ്യുന്ന ഹൈ കറണ്ട് എന്ന് പറയുന്നത് ഫേസ് ടു ന്യൂട്രൽ ഫാൾട്ടിലുള്ള ഹൈ കറണ്ടിനേക്കാളും വാല്യൂ കൂടുതലായിരിക്കും. വെരി ഹൈ കറണ്ട് ആയിരിക്കും അവിടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ വെരി ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ എക്യുപ്മെൻസിനെല്ലാം എന്ത് വരും? ഒരു ഡാമേജ് വരും. എക്യുപ്മെൻസിനെല്ലാം ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അബ്നോർമാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? റെക്ടിഫൈ ചെയ്യാൻ, അത് നമുക്കതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം. റൈറ്റ്? ഇനി മൂന്നാമത്തതാണ് ഫേസ് ടു ഗ്രൗണ്ട് ഫാൾട്ട്.
ഫേസ് ഗ്രൗണ്ട് ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ ഫേസ് വയർ കട്ടായും കണ്ട് നേരെ ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്ക് ടച്ച് ആയിപ്പോയി, നേരെ ഗ്രൗണ്ടിലേക്ക് ടച്ച് ആയിപ്പോയി. ഒന്നുകിൽ ഇൻസുലേഷൻ ഫെയിലിയർ ആവാം, അതല്ലെങ്കിൽ ലൈൻ ബ്രേക്ക് ആവാം, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഫേസ് ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്ക് വരും. ആ സമയത്തും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? ഹൈ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ഹൈ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഫേസ് ടു ഗ്രൗണ്ടിലെ വോൾട്ടേജിന്റെ വാല്യൂ എന്തായി മാറും? കുറയുകയും ചെയ്യും, ലോവർ വോൾട്ടേജ് വരും. കാരണം എർത്തിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് ഹൈ കറണ്ട് അല്ലെങ്കിൽ ലോവർ വോൾട്ടേജ്. അപ്പോൾ രണ്ട് പ്രൊട്ടക്ഷൻ അവിടെ വന്നു, ഹൈ കറണ്ട് പ്രൊട്ടക്ഷനും അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷനും. ഇനി ഇതല്ലാതെ, ഇതൊക്കെ നമ്മളുടെ ലൈനുകൾ തമ്മിലുള്ള ഫാൾട്ടുകളാണ്. ഇതല്ലാതെ നാച്ചുറൽ ഫിനോമിനാസ് ഉണ്ട്. നാച്ചുറൽ ഫിനോമിനയാണ് ഒന്ന് ലൈറ്റ്നിങ്. നമുക്ക് ലൈറ്റ്നിങ് വന്നു, ഒരു സ്ട്രോം വന്നു. ഇതൊക്കെ നാച്ചുറൽ ഫിനോമിന കൊണ്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാവാവുന്ന ഫാൾട്ടുകളാണ്, അല്ലെങ്കിൽ നാച്ചുറൽ സിസ്റ്റം കൊണ്ട് ഉണ്ടാവാവുന്ന അബ്നോർമാലിറ്റീസ് ആണ്. അപ്പോൾ ഈ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് തന്നെ വെരി ഹൈ വാല്യൂ ഓഫ് കറണ്ട് ആണ്. സ്ട്രോങ് ലൈറ്റ്നിങ് എന്നൊക്കെ പറയുന്നത് തന്നെ വെരി ഹൈ വാല്യൂ ഓഫ് കറണ്ട് ആണ്. അതേപോലെ തന്നെ ഹൈ വാല്യൂ ഓഫ് കറണ്ട് മാത്രമല്ല, ഹൈ വോൾട്ടേജും കൂടെ നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈനകത്ത് വരുന്ന സിറ്റുവേഷനാണ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ലൈറ്റ്നിങ് റെസ്ട്രിക്ട്, അതിനനുസരിച്ച് വേണ്ടിയിട്ടുള്ള റിലേസ്, ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി അടുത്ത ഒരു ഫാൾട്ടാണ്, അടുത്ത രണ്ട് ഫാൾട്ടുകളാണ്. ഒന്ന്, നമ്മൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനകത്ത് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഹെവി ലോഡ് പെട്ടെന്ന് അങ്ങ് റിമൂവ് ചെയ്തു, ഹെവി ലോഡിനെ റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു പെട്ടെന്നൊരു ഹെവി ലോഡിനെ ആ സർക്യൂട്ടിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഒന്നുകിൽ ആ ഹെവി ലോഡിനെ സർക്യൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തു, അല്ലെങ്കിൽ ഹെവി ലോഡിനെ നമ്മൾ ഒരു എക്സ്ട്രാ ലോഡ് നമ്മൾ എവിടെ കൊടുത്തു? സർക്യൂട്ടിനകത്തേക്ക് കൊടുത്തു. ഇത് രണ്ടും സർക്യൂട്ടിലുള്ള അബ്നോർമാലിറ്റി തന്നെയാണ്. അത് ഒരുപക്ഷെ നമ്മളുടെ ഹ്യൂമൻ എറർ കൊണ്ടോ, അതല്ല എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് ഒരു ഹെവി ലോഡ് സർക്യൂട്ടിൽ നിന്ന് പോകാന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം, അതായത് ഒരു MCB അല്ലെങ്കിൽ ഒരു ഫ്യൂസ്, ഇതെന്തെങ്കിലും ഒന്ന് ബ്രേക്ക് ആകുമ്പോഴാണ് ആ സർക്യൂട്ടിനകത്ത് നിന്ന് ആര് പുറത്തു പോകുന്നത്? ഒരു ഹെവി ലോഡ്, ഒരു നല്ലൊരു ലോഡുള്ള ഒരു മോട്ടർ അതിനകത്തുണ്ട്, ആ മോട്ടറിന്റെ ഫ്യൂസ് പോയി, അല്ലെങ്കിൽ ആ മോട്ടറിന്റെ MCB ഒന്ന് ട്രിപ്പായി പോയി. ആ സമയത്ത് ആ ലോഡ് ആ സർക്യൂട്ടിൽ നിന്ന് പുറത്തു വരും. ആ പുറത്തു വരുമ്പോൾ പെട്ടെന്ന് ഒരു ഡ്രോപ്പ് ഇൻ വോൾട്ടേജ് ആ സർക്യൂട്ടിൽ സംഭവിക്കും. അതൊരു അബ്നോർമാലിറ്റിയാണ്. അപ്പോൾ ആ സിസ്റ്റത്തെ മൊത്തം ആ ഒരു സിറ്റുവേഷൻ ബാധിക്കും. സപ്പോസ് ഇതേ സാധനം ഓപ്പോസിറ്റ് ചെയ്യുകയാണ്, നമ്മൾ ഓപ്പോസിറ്റ് ലോഡ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ എറർ അല്ല, അത് ഹ്യൂമൻ എററാണ്. പ്യുവറായിട്ട് അത് ഹ്യൂമൻ എറർ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് നമ്മൾ എക്സ്ട്രാ ലോഡ് ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് വീണ്ടും ലോ ചെയ്യും. കാരണം ലോഡ് കൂടി വോൾട്ടേജ് കുറയും, അത് ഓവർലോഡായി, ലൈന് ഓവർലോഡായി. ഇതൊക്കെ നമ്മുടെ സർക്യൂട്ടിൽ വരുന്ന ഫാൾട്ടുകളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ സർക്യൂട്ടിൽ വരുന്ന അബ്നോർമാലിറ്റികളാണ്. ഈ വരുന്ന അബ്നോർമാലിറ്റികളെല്ലാം, ഈ പറഞ്ഞ അബ്നോർമാലിറ്റികളെല്ലാം നമ്മുടെ സിറ്റുവേഷനെ വരുന്ന സമയത്ത് നമ്മുടെ സർക്യൂട്ടിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റണം. അതാണ് ആര് ചെയ്യുന്നത്? റിലേ ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ റിലേയിൽ വരുന്ന റിലേ ഏതൊക്കെ അബ്നോർമാലിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഫേസ് ടു ന്യൂട്രൽ, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ്, അതല്ലെങ്കിൽ ഫേസ് ടു ഗ്രൗണ്ട് ഫാൾട്ട്, അതല്ലെങ്കിൽ ലൈറ്റ്നിങ് സ്ട്രോം പോലെയുള്ള നാച്ചുറൽ ഫിനോമിന, അതും അല്ലെങ്കിൽ ഹെവി ലോഡ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഹെവി ലോഡ് സർക്യൂട്ടിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നതോ ആയ സിറ്റുവേഷൻ. ഇത്തരം സിറ്റുവേഷനിലൊക്കെ വരുന്ന അബ്നോർമാലിറ്റികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ആരെടുക്കുന്നത്? റിലേ എടുക്കുന്നത്. ക്ലിയർ, റൈറ്റ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ സെൻസ് ചെയ്യണം. ഇതൊക്കെ സെൻസ് ചെയ്യുന്നത് ആരാണ്? CTയും PTയും ആണ് ഇതൊക്കെ സെൻസ് ചെയ്യുന്നത്. കറണ്ട് ട്രാൻസ്ഫോമറും വോൾട്ടേജ് ട്രാൻസ്ഫോമറും ആണ് ഈ CTയും PTയും സെൻസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവിടെ കറണ്ട് ട്രാൻസ്ഫോമറും വോൾട്ടേജ് ട്രാൻസ്ഫോമറും ചോദിച്ചു കഴിഞ്ഞാൽ, റിലേയുടെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട് റിലേക്ക് ഒരിക്കലും ഒരു ഹയർ വാല്യൂ ഓഫ് കറണ്ടിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ലോവർ വാല്യൂ ഓഫ് കറണ്ട് മാത്രമേ റിലേ ഹാൻഡിൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ പോകുന്ന ഹയർ വാല്യൂയെ ലോവർ വാല്യൂ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CTയും PTയും കൊടുക്കുന്നത്. എന്നിട്ട് CTയുടെ സെക്കൻഡറി ടെർമിനലിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റിലേയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മളുടെ ഈ ഓവർഹെഡ്, ഒരിക്കലും നമ്മൾ ഈ ഓവർ വോൾട്ടേജോ അല്ലെങ്കിൽ ഓവർ കറണ്ടോ ആയിട്ടുള്ള സർക്യൂട്ടിനകത്തുനിന്ന് ഡയറക്റ്റ് റിലേ കണക്ഷൻ എടുക്കില്ല. ത്രൂ CT അല്ലെങ്കിൽ PT വഴിയേ നമ്മൾ കണക്ഷൻ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് CTയും PTയും ഇതിൻ്റെ സെൻസിങ് എക്യുപ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മളുടെ റിലേയുടെ പല ടൈപ്പ് ഓപ്പറേഷൻസും റിലേയുടെ പല ടൈപ്പ് മെക്കാനിസവും. ഇനിയിപ്പോൾ നമുക്ക് ഒരു റിലേയുടെ ഒരു റിലേ പറയുകയാണ്, നമുക്കൊരു കറണ്ട് റിലേ എടുക്കാം. കറണ്ട് റിലേ ഇലക്ട്രോമാഗ്നറ്റിക് പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു കറണ്ട് റിലേ. ആക്ച്വലി ഇലക്ട്രോമാഗ്നറ്റിക് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യുന്ന ഒരു കറണ്ട് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളുടെ എനർജി മീറ്റർ പോലെ തന്നെ ഉള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ഞാൻ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര അത്യാവശ്യമില്ല. പക്ഷെ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൽ ഒരു ടാപ്പിംഗ് അല്ലെങ്കിൽ പ്ലഗ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പ്ലഗ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതായത് എന്തിനാണ് ഈ പ്ലഗ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എവിടെ നമ്മളുടെ ഈ റിലേ നമ്മളുടെ ഓവർ കറണ്ടിനെ എവിടെ പിക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ട്രിപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന സെറ്റിംഗ്സ് ആണ് പ്ലഗ് സെറ്റിംഗ്സ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു എനർജി മീറ്ററിന്റെ കൺസ്ട്രക്ഷൻ ആണ്. അതിന് രണ്ട് വൈൻഡിങ് ഉണ്ടാവും. ആ രണ്ട് വൈൻഡിങ് മോളെ താഴെ സെക്കൻഡറിക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും. അവിടുന്ന് വരുന്ന കണക്ഷനാണ് പ്ലഗ് സെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലഗ് സെറ്റിങ്ങിന്റെ പ്രത്യേകത എന്തിനാണ് ഈ പ്ലഗ് സെറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണ് നമ്മളുടെ കറണ്ട് ട്രിപ്പ് ചെയ്യേണ്ടത്. അതൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. സപ്പോസ് ഒരു 500/5 ആംപിയർ ഉള്ള ഒരു സീറ്റിംഗ്, നമ്മളുടെ പ്രൈമറി സീറ്റ് 500 ആംപിയർ ഫ്ലോ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. 500/5 ആംപിയർ ആണ് നമ്മളുടെ സി ടി എന്ന് പറയുന്നത്. അപ്പോൾ 500/5 എന്ന് പറയുന്ന സി ടിയിൽ ഈ 5 ആംപിയറിൽ ഞാനൊരു പ്ലഗ് സെറ്റിംഗ്, നോർമലി പ്ലഗ് സെറ്റിംഗ് പെർസെൻറ്റേജിലാണ് ഉണ്ടാവുക. അതായത് 50% മുതൽ 200% വരെയാണ് അതിൻ്റെ സെറ്റിംഗ് വരുന്നത്. അങ്ങനെ 50% മുതൽ 200% വരെ ഇൻ ദ സ്റ്റെപ്പ് ഓഫ് 25%. അതായത് 50, 75, 100, 125, 150, 175, 200 ഇങ്ങനെ 7 പ്ലഗ്. ഇങ്ങനെ ഒരു പ്ലഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഹോൾ പോലെയാണ് ഉണ്ടാവും. ഇങ്ങനെ 7 ഹോൾസ് ഉണ്ടാവും. ഈ ഹോളിനകത്ത് ഒരു ഹോളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്ലഗിനെ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ഒരു കണ്ടക്ടർ പോലുള്ള ഒരു സാധനമാണ്, പ്ലഗ് ആണത്, ഒരു പിന്നാണ്. ആ പിന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഏത് പിന്നിലാണോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അതാണ് ആ റിലേയുടെ പ്ലഗ് സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 25ന്റെ ഡിവിഷനായിട്ട് 50 മുതൽ 200% വരെയാണ് എന്തുള്ളത്, പ്ലഗ് സെറ്റിംഗ്സ് ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നു 500/5 ആംപിയർ ഉള്ള ഒരു സി ടി ആണ് എൻ്റെ സർക്യൂട്ടിനകത്തുള്ളത്. അതായത് നമ്മളുടെ മെയിൻ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നത് 500 ആംപിയർ ആണ്. എൻ്റെ റിലേ സർക്യൂട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്നത് 5 ആംപിയർ ആണ്. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്, സപ്പോസ് ഞാൻ 150 എന്ന് പറയുന്ന 150%ലാണ് എൻ്റെ പ്ലഗ് സെറ്റിംഗ് ഉള്ളതെന്ന് വിചാരിക്കാം. 150%, അതായത് 150% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 എന്നാണ് മീനിങ്. ഡിവൈഡ് ബൈ 100 ആയി കഴിഞ്ഞാൽ അതിനെ ഡെസിമൽ ആക്കുമ്പോൾ 1.5 വരും. അപ്പോൾ 5 ആംപിയർ ആണ് എൻ്റെ സർക്യൂട്ടിൽ, സി ടി സർക്യൂട്ടിൽ അല്ലെങ്കിൽ റിലേ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ 5 × 1.5 അതായത് 7.5 ആംപിയർ എൻ്റെ റിലേ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ആ റിലേ ഓവർ കറണ്ട് റിലേ പിക്കപ്പ് ചെയ്യും. ഇതാണ് ആ പ്ലഗ് സെറ്റിങ്ങിൻ്റെ മീനിങ്. റൈറ്റ്. ഇത് ഞാനൊരു പ്രോബ്ലം കൂടാണ് പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതൊരു പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. ഒരു സി ടി റേഷ്യോ തന്നിട്ട് പ്ലഗ് സെറ്റിംഗും തന്നിട്ട് എത്രയാണ് ആ റിലേയുടെ പിക്കപ്പ് വാല്യൂ. അപ്പോൾ 500/5 ആംപിയർ ആണ് എൻ്റെ ടി റേഷ്യോ. അതിൽ നിന്നും 150%ൽ ഞാൻ പ്ലഗ് സെറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ 5 × 1.5 7.5 ആംപിയറിലാണ് നമ്മുടെ റിലേ എന്ത് ചെയ്യുന്നത്, പിക്കപ്പ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി ഇത് പിക്കപ്പ് പോയിന്റ് ആണ്. പിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേ അബ്നോർമാലിറ്റിയെ സെൻസ് ചെയ്തു. ഇനി എപ്പോൾ റിലേ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് ഓപ്പറേഷൻ അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് കമാൻഡ് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഇപ്പൊ തന്നെ കൊടുക്കണോ, അതല്ല ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയോ, അതല്ല ഇനിയും ആ 7.5 ആംപിയർ കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ 7.5 ആംപിയർ എത്ര സമയം ഫ്ലോ ചെയ്യുന്നത്, ഇതിനൊക്കെ നോക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത സെറ്റിംഗ് ആണ്. ആ അടുത്ത സെറ്റിംഗ് ആണ് ടൈം സെറ്റിംഗ് എന്ന് പറയുന്നത്. ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ. അത് എപ്പോൾ കൊടുക്കണം, അതായത് 0 മുതൽ 1 വരെ 0.05 സ്റ്റെപ്പിലാണ് ആരുണ്ടാവുക, നമ്മളുടെ ടൈം സെറ്റിംഗ് ഉണ്ടാവുക. റൈറ്റ്. അത് നമ്മളുടെ ടൈം സെറ്റിംഗ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പ്ലഗ് സെറ്റിംഗ് പറഞ്ഞ പോലെ 25% ഡിഫിനിഷനാണ് 50 to 200%. അതേപോലെ ടൈമിൻ്റെത് 0 to 1 ആണ് 0.05 എന്ന് പറയുന്ന ഡിവിഷനിൽ വെച്ചിട്ടാണ്. ഇനി നമ്മളുടെ റിലേക്ക് ഒരു നോർമൽ ടൈം സെറ്റിംഗ് കർവ് ഉണ്ട്. ആ നോർമൽ ടൈം സെറ്റിംഗ് കർവ് എത്രയാണെന്ന് റിലേയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. സപ്പോസ് അത് 5 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. ഞാൻ ഈ ഒരു 0 to 1ൻ്റെ ഇടയിൽ 0.2ലാണ് എൻ്റെ ടൈം സെറ്റിംഗ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 × 0.2 ദാറ്റ്സ് ഈക്വൽ ടു 1 സെക്കൻഡ്. അപ്പോൾ എൻ്റെ പിക്കപ്പ് കറണ്ട് വന്നിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ റിലേ സർക്യൂട്ട് ബ്രേക്കറിനകത്തേക്ക് കമാൻഡ് കൊടുക്കുക. ഇതാണ് അതിൻ്റെ മീനിങ്. റൈറ്റ്. ഇതാണ് പ്ലഗ് സെറ്റിങ്ങും ടൈം മൾട്ടിപ്ലയറും. ഈ രണ്ട് കാര്യങ്ങളാണ് നോർമലി ഒരു ഓവർ കറണ്ട് റിലേനകത്ത്, ഇലക്ട്രോഡൈനാമിക് ടൈപ്പിലുള്ള ഒരു ഓവർ കറണ്ട് റിലേക്കകത്ത് ഉണ്ടാകുന്നത്. ക്ലിയർ. ഇങ്ങനെയാണ് ഒരു ഓവർ കറണ്ട് റിലേ വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ടൈം നമ്മൾ പറഞ്ഞ ഈ 5 സെക്കൻഡ് ഉണ്ടല്ലോ,
ഈ ടൈം ഇതൊരു ഡെഫിനിറ്റ് ടൈമാണ്. ആ ഒരു ഡെഫിനിറ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലാണ് IDMT എന്ന് പറയും ഈ ടൈപ്പ് റിലേ. ഡെഫിനിറ്റ് ടൈമാണ്. ഇതല്ലാതെ നമുക്ക് പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ സാധനം ഒന്നും കൂടെ പറയാം. നമുക്കൊരു 500/5 ആംപിയർ റിലേ ഒരു സർക്യൂട്ടുള്ള CT റേഷ്യോ ഉള്ള ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ 500 ആംപിയർ ആണ് എൻ്റെ മെയിൻ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നത്, 5 ആംപിയർ ആണ് റിലേ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നത്. നമുക്കൊരു പ്ലഗ് സെറ്റിംഗ് ഉണ്ട്. പ്ലഗ് സെറ്റിംഗ് തീരുമാനിക്കുന്നത് എത്ര കറണ്ടാണ് നമ്മളുടെ റിലേ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്, റിലേ നമ്മളുടെ അബ്നോർമൽ കറണ്ടായി സെൻസ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നതാണ് പ്ലഗ് സെറ്റിംഗ്. എപ്പോഴാണ് അത് ട്രിപ്പ് ആവേണ്ടത് തീരുമാനിക്കുന്നതാണ് ടൈം മൾട്ടിപ്ലയർ. പ്ലഗ് സെറ്റിംഗ് 50% മുതൽ 200% വരെ 25%-ന് ഡിവിഷൻ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ 5 ആംപിയർ ആണെങ്കിൽ 5 ഇൻറ്റു സപ്പോസ് 150-ലാണുള്ളതെങ്കിൽ 5 ഇൻറ്റു 1.5 ദാറ്റ് ഈസ് 7.5 ആംപിയറിലാണ് നമ്മുടെ റിലേ പിക്കപ്പ് ചെയ്യുന്നത്. ഇനി ടൈം സെറ്റിംഗ് 0.2 എൻ്റെ PSM ക്യാരക്ടറിസ്റ്റിക്സിലെ ടൈം 5 സെക്കൻഡും ആണെങ്കിൽ, റിലേ ക്യാരക്ടറിസ്റ്റിക്സ് ടൈം 5 സെക്കൻഡും ആണെങ്കിൽ 0.2 ഇൻറ്റു 5 ദാറ്റ്സ് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ 1 സെക്കൻഡാണ് ആ ടൈം ഡിലേ എന്ന് പറയുന്ന പൊസിഷൻ. അപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മുടെ റിലേ എന്താവും, ട്രിപ്പ് ആവും. ഇങ്ങനെയാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഞാൻ പറഞ്ഞു ഈ 5 സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ടൈമാണ്. അത് റിലേയുടെ ക്യാരക്ടറിസ്റ്റിക്സിലെ ഡെഫിനിറ്റ് ടൈമാണ്. അതിനാണ് ഡെഫിനിറ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ നമുക്ക് റിലേക്ക് വേറെ ടൈപ്പുകളുണ്ട്. നമ്മൾ ട്രിപ്പിംഗ് ബേസ് ചെയ്തിട്ട് റിലേയുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. എന്താണ് സെൻസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, എങ്ങനെയാണ് അത് ട്രിപ്പ് ചെയ്യുന്നത്, എന്ത് ബേസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇത് 3 കാര്യങ്ങളായിരുന്നു നമ്മൾ ഒരു റിലേയുടെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത്. റൈറ്റ്? അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ കാര്യം നോക്കുക, ട്രിപ്പിംഗ്, അതായത് ടൈം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതിൽ 3 ടൈപ്പ്, 3 ടൈപ്പാണ് നമുക്ക് വരുന്നത്. ഒന്ന് ഇൻസ്റ്റന്റേനിയസ് റിലേ. ഇൻസ്റ്റന്റേനിയസ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ പറഞ്ഞ സപ്പോസ് ആ 7.5 ആംപിയർ ആണ് നമ്മളുടെ പിക്കപ്പ് വാല്യൂ എങ്കിൽ 7.5 ആംപിയർ വന്ന മൊമെന്റിൽ തന്നെ ആ റിലേ സർക്യൂട്ട് ബ്രേക്കറിനകത്തേക്ക് കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് റിലേസ് ആർ കോൾഡ് ഇൻസ്റ്റന്റേനിയസ് റിലേസ്. ഇൻസ്റ്റന്റേനിയസ് റിലേസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ഓപ്പറേഷനാണ്, ഓൺ ദ സ്പോട്ട് ഓപ്പറേഷനാണ്. ആ പോയിന്റിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ നമുക്ക് ഒരു 7.5 ആംപിയർ വന്നു, ഓൺ ദ സ്പോട്ട് അത് ട്രിപ്പ് ആവും. ഓൺ ദ സ്പോട്ട് അത് സർക്യൂട്ട് ബ്രേക്കറിലൊക്കെ കമാൻഡ് കൊടുക്കും. ആ ടൈപ്പ് റിലേ ആണ് ഇൻസ്റ്റന്റേനിയസ് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഒറ്റ ഇൻസ്റ്റന്റിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക. വളരെ ഇത് എക്സ് ആക്സിസിന് വളരെ അടുത്തായിരിക്കും കേട്ടോ. ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡിസ്റ്റൻസിൽ വരച്ചത്. ഓൺ ദ സ്പോട്ടിൽ അതെന്താവും, ട്രിപ്പ് ആവും. ദാറ്റ്സ് ഇൻസ്റ്റന്റേനിയസ് റിലേ. രണ്ടാമത്തേതാണ് ഡെഫിനിറ്റ് ടൈം റിലേ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഡെഫിനിറ്റ് ടൈം റിലേ. അതായത് ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ ഫിക്സ് ചെയ്യും. ഈ 7.5 ആംപിയർ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഇത് വെയിറ്റ് ചെയ്യണം. 7.5 ആംപിയർ ഈ ഫ്ലോ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 7.5 ആംപിയർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 സെക്കൻഡ് ടൈം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് ടൈം കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് ടൈം കഴിഞ്ഞിട്ട്, ഒരു ഫിക്സഡ് ടൈം കഴിഞ്ഞിട്ടാണ് ആ റിലേ ട്രിപ്പ് ആവുന്നതെങ്കിൽ ദാറ്റ്സ് ഈസ് കോൾഡ് ഡെഫിനിറ്റ് ടൈം റിലേ. ഇതിനെയാണ് ഡെഫിനിറ്റ് ടൈം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഡെഫിനിറ്റ് ടൈം റിലേയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇതിനൊരു ഡെഫിനിറ്റ് ടൈം ഉണ്ടാവും. ഇവിടെ ഞാൻ വരച്ചിട്ടില്ല. ടൈം അഗെയിൻസ്റ്റ് ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഗ്രാഫ്. ടൈം അഗെയിൻസ്റ്റ് ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി, എന്താണോ നമ്മുടെ ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സെൻസിങ് ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ഒരു ഫിക്സഡ് ടൈം വെയിറ്റ് ചെയ്തിട്ട് സ്പോട്ടിൽ ട്രിപ്പ് ആവുക. അത് ഫിക്സഡ് ടൈമിംഗ് ആണ്. 2 സെക്കൻഡ് ആണോ അല്ലെങ്കിൽ 1 സെക്കൻഡ് ആവാം, ചിലപ്പോൾ 3 സെക്കൻഡ് ആവും. എന്താണോ ഫിക്സ് ചെയ്ത ടൈം, ആ ഫിക്സ് ചെയ്ത ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് കോൾഡ് ഡെഫിനിറ്റ് ടൈം റിലേ. ഇനി മൂന്നാമതാണ് ഇൻവേഴ്സ് ടൈം റിലേ. ഇതാണ് നമ്മൾ നോർമലി ഏറ്റവും കൂടുതൽ അപ്ലിക്കേറ്റ് ചെയ്യുന്നത്, ഇൻവേഴ്സ് ടൈം റിലേ. അതായത് ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി അഗെയിൻസ്റ്റ് ടൈം ഗ്രാഫ് ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ഗ്രാഫ് വരിക. അതായത് നമ്മുടെ ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ സപ്പോസ് കറണ്ടാണ് പറയുന്നത് വിചാരിക്കുക, ഓവർ കറണ്ടാന്ന് വിചാരിക്കുക. അപ്പോൾ ഓവർ കറണ്ട്, ഫാൾട്ട് കറണ്ട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്ത് ചെയ്യുക, കുറയുക. ഇതുപോലെ ഫിക്സഡ് അല്ല. 7.5 ആംപിയർ ആവുന്ന സമയത്ത് സപ്പോസ് 10 സെക്കൻഡോട് അത് ട്രിപ്പ് ആവും. 10 വലിയൊരു ടൈമാണ് 10 സെക്കൻഡ് ഒക്കെ. ഒരു 2 സെക്കൻഡോട് അത് ട്രിപ്പ് ആവും. ഇപ്പോൾ അത് 10 ആംപിയർ ആണെങ്കിൽ അത് 1 സെക്കൻഡ് കൊണ്ട് ട്രിപ്പ് ആവും. 15 ആംപിയർ ആണെങ്കിൽ ഒരു ലെസ് ദാൻ 1 സെക്കൻഡ് 0.05 സെക്കൻഡ് കൊണ്ട് അത് ട്രിപ്പായി. അങ്ങനെ നമ്മുടെ കറണ്ടിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വേറ്റിംഗ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഓപ്പറേറ്റിംഗ് ടൈം കുറഞ്ഞു വരിക. ദാറ്റ്സ് കോൾഡ് ഇൻവേഴ്സ് ടൈം റിലേ. അതിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, ആ പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന റിലേ പറയുന്ന പേരാണ് ഇൻവേഴ്സ് ടൈം റിലേ. ഇങ്ങനെ 3 തരത്തിലാണ് ടൈമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുള്ളത്, ഇൻവേഴ്സ് ടൈം റിലേ ഉള്ളത്. ഈ ഇൻവേഴ്സ് ടൈം റിലേയിൽ തന്നെ
നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഇൻവേഴ്സ് ടൈം റിലേ, ഡെഫിനിറ്റ് ഇൻവേഴ്സ് ടൈം റിലേ, ഡെഫിനിറ്റ് ഇൻവേഴ്സ് ടൈം അല്ല, സ്റ്റാൻഡേർഡ് ഇൻവേഴ്സ് ടൈം റിലേ, അതേപോലെ തന്നെ വെരി ഇൻവേഴ്സ് ടൈം റിലേ, എക്സ്ട്രീംലി ഇൻവേഴ്സ് ടൈം റിലേ. ഇത് ഈ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഇതനുസരിച്ചാണ് ഇങ്ങനെ താഴെ 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 ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതാണ്. ഇത് നോർമൽ സ്റ്റാൻഡേർഡ്, ഇത് വെരി ഇൻവേഴ്സ്, ഇത് എക്സ്ട്രീം ഇൻവേഴ്സ്. അങ്ങനെ കർവിന്റെ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ ഇൻവേഴ്സിനെ സ്റ്റാൻഡേർഡ് ഇൻവേഴ്സ് ഒന്നും വെരി ഇൻവേഴ്സ് ഒന്നും എക്സ്ട്രീം ഇൻവേഴ്സ് ഒന്നും പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് റിലേയുടെ ഓപ്പറേറ്റിംഗ് ടൈം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ അതും പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് 1-2 ടൈപ്പ് ഓഫ് റിലേ ആണ്. ഞാനിപ്പോൾ ഇതെല്ലാം പറഞ്ഞത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ഓവർ കറണ്ട് റിലേ പറഞ്ഞ് ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതല്ലാതെ നമുക്ക് വോൾട്ടേജ് റിലേ ഉണ്ട്, ഓവർ വോൾട്ടേജ് റിലേ ഉണ്ട്, അണ്ടർ വോൾട്ടേജ് റിലേ ഉണ്ട്. അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ ആണ്. അത് ഇൻഡക്ഷൻ ടൈപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു റിലേ പോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ CT എന്നതിന് പകരം PT ആണ് നമ്മുടെ സെൻസിങ് ഏജന്റ് ആയിട്ട് വരുന്നത്, സെൻസിങ് എലമെന്റ് ആയിട്ട് വരുന്നത്. അത് മാത്രമേ ഉള്ളൂ. റെഡി? അതിനും ഇതേപോലെ തന്നെ പ്ലഗ് സെറ്റിങ്ങും ടൈം സെറ്റിങ്ങും ഒക്കെ ഉണ്ട്. വേറെ എക്സ്ട്രാ ഒന്നും ഒരു ഓവർ വോൾട്ടേജ് റിലേയെ പറ്റിയോ അല്ലെങ്കിൽ അണ്ടർ വോൾട്ടേജ് റിലേയെ പറ്റിയോ പറയാനില്ല. ഇനി നമുക്ക് പറയാനുള്ളത് 2 ടൈപ്പ് റിലേ ആണ്. ഒന്ന് ഡിഫറൻഷ്യൽ റിലേ. ഇതിന്റെ അപ്ലിക്കേഷൻ ആണ്. ഞാൻ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളും ഒന്നും നമുക്ക് എക്സ്ട്രാ ഇതിന്റെ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ആസ് പോയിന്റ് ഓഫ് ഇലക്ട്രീഷ്യൻ എക്സാം അല്ലെങ്കിൽ ആസ് പോയിന്റ് ഓഫ് നമ്മുടെ ട്രേഡ്സ്മാൻ എക്സാം. ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത് നോർമലി നമ്മളുടെ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ പോലെയുള്ള മോട്ടോർ പോലെയുള്ള എക്യുപ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള എലമെന്റിന്റെ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എക്യുപ്മെന്റിന്റെ 2 സൈഡിലും നമ്മൾ ഓരോ സെൻസിങ് എലമെന്റ് വെച്ച് ഇതിലൂടെയുള്ള ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഡിഫറൻഷ്യൽ റിലേ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിന്റെയും ഡിഫറൻസ് 0 ആണെങ്കിൽ, ഇത് രണ്ടിന്റെയും ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി ഡിഫറൻസ് 0 ആണെങ്കിൽ അത് നോർമൽ ഓപ്പറേഷൻ ആണ്. ഇതിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഫ്ലോ ഓഫ് കറണ്ട് എന്തായിരിക്കും, മാറ്റം വരും. അപ്പൊ അതുകൊണ്ട് ആ സിറ്റുവേഷനിൽ ഈ റിലേ എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും. അതാണ് ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ റിലേ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ, ജനറേറ്റർ, ആൾട്ടർനേറ്റർ, മോട്ടോർ പോലെയുള്ള എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ഒരു ടൈപ്പ് റിലേ ആണ് ഡിസ്റ്റൻസ് റിലേ. ഡിസ്റ്റൻസ് റിലേ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് റിലേ അല്ലെങ്കിൽ ഇംപിഡൻസ് റിലേ എന്നൊക്കെ പറയും. അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിലേ ആണ് നമ്മളുടെ ഡിസ്റ്റൻസ് റിലേ അല്ലെങ്കിൽ ഇംപിഡൻസ് റിലേ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്ന വാല്യൂ, ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്ന വാല്യൂ ആ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു പ്രീ ഡിറ്റർമിൻ പോയിന്റ് നമ്മുടെ റിലേയിൽ ഒരു റിലേയും ഒരു പ്രീ ഡിറ്റർമിൻ പോയിന്റ്, ഈ പ്രീ ഡിറ്റർമിൻ പോയിന്റും ഇതിനിടയിലുള്ള എന്തെങ്കിലും ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇംപിഡൻസിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റിലേ ആക്ച്വേറ്റ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് റിലേ അല്ലെങ്കിൽ ഇംപിഡൻസ് റിലേ വർക്ക് ചെയ്യുന്നത്. ഇൻഡെപ്ത് ഞാൻ പോകുന്നില്ല, ബേസിക് ആയിട്ട് ഒറ്റ വാക്കിൽ ഞാൻ അത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ഒറ്റ വാക്കിൽ പറയുന്നത് ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് വരാം. അത്രയും ഡെപ്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇലക്ട്രീഷ്യൻ എക്സാമിന് വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ നമ്മൾ JEE എക്സാമോ അല്ലെങ്കിൽ അതേപോലെ തന്നെ വേറെ ഡിപ്ലോമ ലെവൽ എക്സാമുകളിലൊക്കെ പോകുമ്പോൾ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആവശ്യമുണ്ട്. സോ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇംപിഡൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇംപിഡൻസിന് ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റിയായി വർക്ക് ചെയ്യുന്ന റിലേ ആണ് ഡിസ്റ്റൻസ് റിലേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിയാക്ടൻസ് ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്ന റിലേ ആണ് റിയാക്ടൻസ് റിലേ എന്ന് പറയുന്നത്. റെഡി? ഇത് രണ്ടും റിയാക്ടൻസ് റിലേയും അല്ലെങ്കിൽ ഇംപിഡൻസ് റിലേയും യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് റിലേ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത്. റിലേ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വളരെ പറയാറുണ്ട്, തിയറി ക്ലാസ്സുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റിലേ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിമിയുടെ പാർട്ട് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.